കുയിലപ്പൊടിച്ചി കൂണ്ടിലടച്ചി കൂക ചൊല്ലുகிற ഉലകം மயிலப்பொடிச்சி கால உடைச்சி ஆட சொல்லுகிற உலகம் அது எப்படி பாடுமையா அது எப்படி ஆடுமையா ஓ ശ്രുതിയും രാഗവും താളവും ഒക്കെ നാല് വഴിക്ക് അങ്ങോട്ട് പോയി ഇരിക്കട്ടെ. അതായത് നമ്മുടെ അല്ലുടായിപ്പുമ്മ ഇന്നൊരു ലൈവ് ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്ന മക്കളെ? ഞാനും കണ്ടില്ല കേട്ടോ. പക്ഷേ ആ അല്ലുടായിപ്പുമ്മയുടെ ലൈവിന്റെ ഹെഡിങ് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്ന? ഞാൻ കണ്ടായിരുന്നു മക്കളെ. അതിന്റെ ഹെഡിങ് 6 മക്കളെ പ്രസവിച്ചവൾക്ക് ചൊറിച്ചിൽ തുടങ്ങി എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചൊറിച്ചിൽ എങ്ങനെ ഉണ്ടാകുന്നു, ചൊറിച്ചിൽ എങ്ങനെ മാറ്റാം തുടങ്ങിയ ഇത്യാദി കാര്യങ്ങളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എടാ, ഞാൻ ദയവ് ചെയ്തൊരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, അല്ല പറയുകയാണ്. ദയവ് ചെയ്ത് എന്നെ കാണാൻ താല്പര്യമില്ലാത്തവര്, എന്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവര് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോടെ. വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യാതെ ഇറങ്ങിപ്പോടെ. ഈ ഒരുപാട് ചൊറിച്ചിൽ കുറച്ച് കൂടുതലുള്ള ആൾക്കാർ വന്ന് നേരെ എന്റെ മക്കളുടെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. ഈ ഒരു ആശയത്തിന് ആശയം കൊണ്ട് ഖണ്ഡിക്കാനാണെങ്കിൽ ഞാൻ റെഡിയാണ്. പക്ഷെ ഇത്തരം ചൊറിഞ്ഞ വർത്താനങ്ങൾ കേൾക്കുമ്പോ അറിയാതെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു പോണടേ. എന്തിനടെ ഈ മഹാഭാവമൊക്കെ എന്റെ തലയിൽ വെച്ച് കെട്ടണത്? നിങ്ങളെ കാര്യം നോക്കടേ. അപ്പൊ നമ്മൾ തുടങ്ങി കളയാം അല്ലെ? അതായത് ചൊറിച്ചിൽ ഉണ്ടാകുന്നത് എങ്ങനെ, ചൊറിച്ചിൽ നമുക്ക് എങ്ങനെ മാറ്റാം, ഇതിനെ കുറിച്ചാണ് ഇന്ന് എന്റെ ക്ലാസ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വൃത്തിക്ക് കേൾക്കണം. ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഉപകാരം സംഭവിക്കുന്ന, ഉപകാരങ്ങൾ ഉണ്ടാകാവുന്ന, നാവിലാണെങ്കിൽ വികട സരസ്വതി, ലൈഫിലാണെങ്കിൽ വേറെ എന്തൊരു. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറയുന്നത്. അതായത് എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ സിനിമ ടാക്കീസിൽ പോയി, ടാക്കീസ് അല്ല അന്ന് തിയേറ്റർ തന്നെയാണ് കേട്ടോ, തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ് ആകാശദൂത് എന്ന് പറയുന്നത്. ഈ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മളെ ആ ഒരു ഏരിയയില് ഉള്ള സ്ത്രീകളൊക്കെ പരസ്പരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീ കണ്ടായിരുന്ന ആകാശദൂത്, അത് കണ്ടു കഴിഞ്ഞാൽ ചങ്ക് പൊട്ടി പരിക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞു കണ്ട് കുറെ സ്ത്രീകൾ കണ്ടവര് വന്നിട്ട് ഇങ്ങനെ കാണാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ എന്റെ അമ്മയും ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട്. എന്റെ അമ്മയും പിന്നെ എന്റെ കൂട്ടുകാരിയുടെ അമ്മമാര്, അവരുടെ കുഞ്ഞമ്മ, എന്റെ അമ്മയുടെ അനിയത്തിമാര്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറെ ഒരു ഗ്യാങ് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ഇവരുടെ മക്കളും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ആകാശദൂത് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാൻ റെഡിയായി. എന്റെ ജീവിതത്തിൽ സെക്കൻഡ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന രണ്ടാമത്തെ സിനിമയാണ് കേട്ടോ ആകാശദൂത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട്, ആകാശദൂത് കാണാൻ വേണ്ടിയിട്ട് പോയി. ആകാശദൂത് കണ്ടോണ്ടിരിക്കുമ്പോ കാണാൻ ഇങ്ങനെ കയറുമ്പോ തന്നെ ഈ കണ്ട ആൾക്കാർ പറയുന്നുണ്ട് കരഞ്ഞ് പണ്ടാരടങ്ങി പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പോകുന്നത്. അപ്പൊ സാധാരണഗതിയിൽ അന്നൊക്കെ ഞാൻ ലേസ് ഉപയോഗിക്കുന്ന ആളാണ് കേട്ടാ. കയ്യിൽ ഒരു കർച്ചീഫ് കൊണ്ടു നടക്കുന്ന ആളാണ്. എന്റെ അമ്മ ശീലിപ്പിച്ചതാണ്. എന്റെ അമ്മയുടെ കയ്യിൽ ഒരു കർച്ചീഫാണ്, എന്റെ കയ്യിൽ ഒരു കർച്ചീഫാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് സിനിമ കാണാൻ കയറി. സിനിമയുടെ ഒരു ഹാഫ് എത്തിയപ്പോ തൊട്ട് കരഞ്ഞ് പറ്റുന്നില്ല. കരച്ചിലെന്ന് പറഞ്ഞാൽ അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ എന്റെ കർച്ചീഫ് എന്ന് പറയുന്നത് ചെറിയ കർച്ചീഫാണ്. എന്റെ അമ്മയുടെ വലിയ കർച്ചീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വലിയ കർച്ചീഫില്ലേ, എന്റെ ഇരുന്നത് ചെറിയ കർച്ചീഫാണ്. എന്റെ കർച്ചീഫിൽ ഞാൻ പിഴിഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് അതിൽ നിറയെ കണ്ണീരായിട്ട് നനഞ്ഞു കൊടുങ്ങി അവസാനം ഞാൻ പമ്മി അടുത്ത് എന്റെ അമ്മേനെ പരതയാണ്. 10-20 സ്ത്രീകളും മക്കളും ഒക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പരതി അവസാനം ഞാൻ എന്റെ അമ്മേനെ കണ്ടുപിടിച്ചിട്ട് അമ്മയുടെ അടുത്ത് കേസ് ചോദിച്ചപ്പോ അത് അതിലും വലിയ കഷ്ടം. അത് അതിനേക്കാളും നനഞ്ഞു കുടുങ്ങി ഒരു പരുവായിട്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അവസാനം എന്റെ ഉടുപ്പൊക്കെ വെച്ച് തുടച്ച്
കണ്ടിറങ്ങുമ്പോ ഉടുപ്പ് വരെ നനഞ്ഞ് എന്നുള്ളതാണ്. ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമ ഇന്ന് കണ്ടാലും കരയും. എന്റെ മക്കൾക്കും ഞാൻ ആ സിനിമ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ മക്കൾ കണ്ട സമയത്ത് എന്റെ മൂത്ത മോളാണെങ്കിൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആളാണെങ്കിലും ഈ ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്തോണ്ട് വരുന്ന ആളാണല്ലോ. ഞാൻ നോക്കുമ്പോൾ ഇരുന്ന് ഇങ്ങനെ കരയണോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സംഭവം എന്തോന്ന് നോവല് വായിച്ച് കരയുക. അത് എനിക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് നോവലൊക്കെ വായിച്ചിട്ടിരുന്ന് കരയണ ആളാണ്. ഈ പുള്ളിക്കാരിക്ക് ഞാൻ ആകാശദൂതിന്റെ സിനിമ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആള് കിടന്നിട്ട് കരയുകയാണ്. അങ്ങനെ ഇന്ന് കണ്ടാലും ആകാശദൂത് എന്ന് പറയുന്ന സിനിമ ഇന്ന് കണ്ടാലും നമ്മൾ കരഞ്ഞു പോകുന്ന അതിന്റെ കഥ എന്ന് പറയുന്ന ഭയങ്കരമാണ്. അതായത് ആ അമ്മയുടെ പിന്നെ 4 മക്കളെ ഇങ്ങനെ 4 ആൾക്കാർക്ക് ഇങ്ങനെ ദത്ത് കൊടുക്കുകയും, നിങ്ങൾ ആരെങ്കിലും കണ്ടാടെ കുറച്ച് ദിവസങ്ങളായി നമ്മളുടെ അല്ലുടായിപ്പുമ്മ ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ലൈവിലും വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ മക്കളെ ദത്ത് കൊടുക്കാൻ പോവുകയാണ്, മക്കളെ ഞാൻ ദത്ത് കൊടുക്കാൻ പോവുകയാണ്, ഞാൻ എന്റെ വയറ്റിലൊരു കുഞ്ഞ്, എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞും കണ്ട് കരഞ്ഞ് നിലവിളിച്ച് ആകാശദൂത് കളിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ലല്ലേ. യഥാർത്ഥത്തിൽ ഈ ആകാശദൂത് എന്ന് പറയുന്ന സിനിമയിൽ ആ ആനിയുടെ ഭർത്താവ് ജോണി, രണ്ടുപേരും അനാഥകളാണ് കേട്ടാ. ആനിയും ജോണിയും അനാഥ മന്ദിരത്തിൽ വളർന്ന് അവിടെ നിന്ന് ഒന്നിച്ച് കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുകയും, കല്യാണം കഴിക്കുമ്പോഴും ജോണി ഒരു കള്ളുകുടിയനാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും ജോണി ഒരു കള്ളുകുടിയനാണ്. ജോണി ഒരു കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ 500 രൂപ എനിക്ക് ചെലവിന് കൊണ്ട് തരാത്ത എന്തടാ എന്ന് ചോദിച്ചുകൊണ്ട് ജോണീനെ നടുത്തെരുവിലിട്ട് മുണ്ടൊരിഞ്ഞിട്ടില്ല ആനി. മനസ്സിലായ? അതായത് ആകാശദൂത് സിനിമയെ അനുകരിക്കുന്നവളോടാണ് ഞാൻ പറയുന്നത്. ജോണി ഒരു കള്ളുകുടിയനായിരുന്നു. കള്ളുകുടിയനായ ജോണിക്ക് ആ 4 മക്കളെ പ്രസവിച്ചു കൊടുത്തു. ആര്? ആനി. ഈ 4 കുട്ടികളെയും പ്രസവിച്ചതിന് ശേഷവും അവരെ വളർത്താൻ വേണ്ടിയിട്ട് ആനി യൂട്യൂബിൽ വന്ന് ആളുകളെടുത്ത് തെണ്ടിയില്ല. അവർക്കറിയാവുന്ന മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്സ് പിന്നെ വായിക്കാൻ ആനിക്കറിയാം. ആനി പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തന്റെ കുടുംബം പോറ്റുമായിരുന്നു. എന്നിട്ട് ആ ഒരു സമയത്താണ് ആനിക്ക് അസുഖമുണ്ട് എന്ന് ജോണി അറിയുന്നത്. അപ്പൊ അതുവരെ കുടിച്ചും പെടുത്തും ജീവിച്ചിരുന്ന ജോണി വിചാരിക്കുകയാണ്, ഇനി മുതൽ ഞാൻ കുടിക്കുന്നില്ല, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായി നല്ലവനാകാൻ വേണ്ടിയിട്ട് നോക്കിയാലും നന്നാവാൻ വേണ്ടിയിട്ട് അയാൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ കള്ള് ഷാപ്പിൽ വന്നിറങ്ങുന്നു. അവിടെ വെച്ച് ആനിയെ വളരെ അധികം മോഹിക്കുന്ന ഒരു ഗുണ്ട ജോണിയെ കുത്തി കൊല്ലുകയാണ്. ആകാശദൂത് കളിക്കുന്ന മഹതി, ഇതിന്റെ ഇടയിൽ ഒരു ഗുണ്ടയുണ്ടല്ലോ, അതാരാ എന്ന് പൊന്നാര കഥേ. എനിക്കിതൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അല്ല അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ട, ബാക്കിയുള്ള കഥയും കൂടി ഞാൻ പറയട്ടെ. അങ്ങനെ ജോണി മരണപ്പെടുമ്പോഴും ജോണിയുടെ ശവശരീരം കാണിച്ചുകൊണ്ട് ആളുകളോട് കെഞ്ചുകയായിരുന്നില്ല ആ അമ്മ ചെയ്തത്. ആ അമ്മ ആ മക്കളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല തന്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കെൽപ്പുള്ള കുറച്ച് വീട്ടുകാരെ കണ്ടുപിടിച്ച് അവരുടെ മക്കളെ അവർക്ക് വളർത്താൻ ഏൽപ്പിച്ചു. അപ്പൊ ആ ഒരു ഫൈനൽ എപ്പിസോഡ് ഉണ്ടല്ലോ, ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മുടെ അൽ ഉടായിപ്പുമ്മ ഇപ്പോൾ അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ മക്കളെ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. അവിടെയാണ് ഇപ്പോ കഥ വന്ന് നിൽക്കുന്നത്. ഈ ചൊറിച്ചില് കൂടുമ്പോൾ മറ്റുള്ള സ്ത്രീകളുടെ ബന്ധങ്ങളിലേക്ക് ചെന്ന് എത്തി നോക്കുക. അവരുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ, ഇക്ക ചായ കുടിച്ചോ, ഇക്ക ചോറ് കഴിച്ചോ, ഇക്ക ഉണ്ടോ, ഉറങ്ങിയോ, തുമ്മിയോ തൂറിയോ ചോദിച്ചുകൊണ്ട് അവരെ അങ്ങ് ഭയങ്കരമായി പിന്നെ അങ്ങോട്ട് കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെയറിങ് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് മക്കളെ. കെയറിങ് നമ്മളെ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ എപ്പോഴും നമ്മൾ അവരുടെ നമ്പറിൽ വിളിച്ചിട്ട്
ഇക്ക ചായ കുടിച്ചോ, ഇക്ക ചോറ് കഴിച്ചോ, ഫേസ്ബുക്കിൽ എന്നെ ഒരുത്തൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോടാ. അതായത് എനിക്ക് ആരോടും താല്പര്യമില്ല, ഞാൻ പ്യോർ ആണ് മക്കളെ, ഞാൻ പ്യോർ ആണ്. ഞാൻ അറിയാതെ ഉറങ്ങിക്കിടന്ന സമയത്ത് എനിക്ക് ദിവ്യഗർഭമായിട്ട് 3 കുഞ്ഞുങ്ങൾ എന്റെ വയറ്റിൽ വന്നതാണ്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ അറിയാതെ എനിക്ക് 3 ഗർഭം ഉണ്ടായി. ഞാൻ അതിനെ പ്രസവിച്ച് ഞാൻ ഒരുത്തരിക്കും കൊടുത്തില്ലല്ലോ. ഞാൻ എന്നെയല്ലേ വളർത്തുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മക്കളെ പിന്നെ നാട്ടുകാര് വളർത്തുന്നോട് എനിക്കറിയാൻ പാടില്ല. പിന്നെ എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിച്ചതാണ്. അതവിടെ നിക്കണ്ട, അതിങ്ങോട്ട് വാ. അപ്പം ആകാശദൂത് കളിക്കുന്ന ഈ മഹതി തുടർച്ചയായിട്ട് ആകാശദൂത് കളിച്ചപ്പോ ഞാൻ അതൊന്നെടുത്ത് റിയാക്ട് ചെയ്തു. എന്താണ്, അഭിനയിച്ചു. അപ്പൊ ഉടനെ പുള്ളിക്കാരി വന്നേക്കുന്ന 6 മക്കളെ തൂറിയിട്ടവർക്ക് ചൊറിച്ചില് കൂടിയെന്ന്. നമ്മളെ അതിനുള്ള ഉത്തരവാണ് എനിക്കിനി പറയാനുള്ളത്. അതായത് ഞാൻ ഈ 6 മക്കളെയും നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പമാരെ ഉണ്ടാക്കിയിട്ടല്ല പ്രസവിച്ചത്. ഈ 6 കുട്ടികളും ഒരാളിന്റെ കുഞ്ഞുങ്ങളാണ്. മനസ്സിലായ? എന്താണ്? ഒരാളിന്റെ മക്കളാണ്. അല്ലാതെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരാളെ പൊക്കി, കട്ടിലിന്റെ മോളിൽ നിന്ന് ഒരാളെ പൊക്കി, റബ്ബർ കാട്ടിൽ നിന്ന് വേറൊരാളെ പൊക്കി, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി ഒരാളെ പൊക്കി, അങ്ങനൊന്നല്ല മോളെ. പിന്നെ ഈ ചൊറിച്ചിലിന്റെ കാര്യം പറയുന്ന സമയത്ത്, നമുക്ക് ചൊറിച്ചില് വരുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ചൊറിച്ചില് എന്ന് പറഞ്ഞാല് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ 6 മക്കളെ പ്രസവിച്ചവരുടെ ചൊറിച്ചിൽ എന്ന് പറയുമ്പോ ആ ചൊറിച്ചിൽ ഏത് ചൊറിച്ചിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ആ ചൊറിച്ചിൽ എന്ന് പറയുന്നത്, ആ ചൊറിച്ചിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോന്നറിയാമോ? നമ്മൾ പോയിട്ട് നല്ല ഒരു ഡെറ്റോൾ വാങ്ങുക. ഈ ഡെറ്റോൾ വാങ്ങിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിലൊഴിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വെള്ളത്തിലൊഴിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് കഴുകുക. അപ്പൊ ആ ചൊറിച്ചിൽ അങ്ങോട്ട് മാറും. അല്ലാതെ വല്ല പെണ്ണുങ്ങളുടെയും ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് കാക്ക ചൊറിച്ചിലൊന്ന് മാറ്റിത്താ, ഒന്ന് ചൊറിഞ്ഞതാ, കാക്ക ഒന്ന് ചൊറിഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാക്കനെ വിളിച്ചുകൊണ്ട് വന്ന് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഇക്കാക്കന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചൊറിച്ചില് മാറി കഴിയുമ്പോഴത്തേക്കും പള്ളയിൽ ഒരെണ്ണം, കയ്യിൽ വേറെ 2-3 ഞാൻ പേപ്പിച്ചി എന്ന് വിളിച്ചിട്ട്, അയ്യോ എന്റെ ചൊറിച്ചില് മാറി, ഇനി നീ കുടിയനാണ്, നീ പൊക്കം. എന്റെ മക്കളെ യത്തീമാണ്, എന്റെ മക്കളെ നീ കള്ളു കുടിയനാണ്, നീ പെണ്ണ് പിടിയനാണ്, നീ 16 ഓളുമാരെ കൂടെ പോടാ എന്ന് പറഞ്ഞ് നടക്കുമ്പോഴല്ല ചൊറിച്ചില് മാറുന്നത്. ചൊറിച്ചില് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡെറ്റോൾ ഇട്ട വെള്ളത്തിൽ അങ്ങോട്ട് കുളിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ചൊറിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ആ ചൊറിച്ചിൽ അങ്ങോട്ട് തീരുമ്പോഴത്തേക്കും പിന്നെ വേറെ എവിടെയെങ്കിലും ചൊറിച്ചിൽ വരും. അപ്പൊ പിന്നെ അടുത്ത പെണ്ണിന്റെ ഭർത്താവിനെ തോണ്ടാൻ വേണ്ടിയിട്ട് പോവേണ്ടി വരും. അങ്ങനെ നോണ്ടിയിട്ടാണല്ലോ നിനക്ക് നല്ല ചരിത്രമുണ്ടായത്. മോളെ, ചരിത്രം ഉണ്ടായത് എങ്ങനെയാണ്? നിന്റെ ചരിത്രം എങ്ങനെയാണ് ഉണ്ടായത്? നീ ഇതുപോലെ ചൊറിച്ചിൽ വരുന്ന സമയത്ത് ഇക്കാക്ക് ചോറ് കഴിച്ചോ, ഇക്കാക്ക് ചായ കുടിച്ചോ, ഇക്കാക്ക് തുമ്മിയോ, ഇക്കാക്ക് തൂറിയോ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് ഏതെങ്കിലുമൊക്കെ ചക്കാക്കേനെയും ബുക്കാക്കേനെയും എല്ലാം വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നീ കണ്ണി കണ്ടവരെയൊക്കെ പറ്റിച്ചും വഞ്ചിച്ചും ചാരിറ്റി നടത്തിയും ഒക്കെ ഉണ്ടാക്കിയ പണം അങ്ങോട്ട് കൊടുത്തിട്ട്, നമുക്ക് ഈ സ്ത്രീകൾക്ക് മഹർ ഇങ്ങോട്ട് തന്ന് കല്യാണം കഴിക്കുന്നത് കേട്ടിട്ടുണ്ട്. മഹർ ഇങ്ങോട്ട് തന്ന് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കുന്ന അത് കേട്ടിട്ടുണ്ട്. മറിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട്, അത് മഹറൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് ഈ എന്താണ്, വേശ്യ സ്ത്രീകളെ സമീപിക്കുന്നവരെ എന്താണ് ചെയ്യുന്നത്? വേശ്യ സ്ത്രീകൾക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് അവരവരുടെ ശരീര പൂർത്തീകരണം, ശരീര സംതൃപ്തി കണ്ടെത്തും. ആ പറഞ്ഞ ഒരവസ്ഥയാണ് നിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ
അങ്ങോട്ട് പൈസ കൊടുത്ത് നീ അങ്ങോട്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പോവുമെങ്കിലും അതിനേക്കാൾ വലിയൊരു സമ്മാനം നീ എന്ത് ചെയ്യും? വാങ്ങിച്ച് വയറ്റി വെക്കും. പിന്നെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ നമുക്കാണ് ചേക്കയില്ലാത്ത. പിന്നെന്ന് പറയുന്നത് നമുക്കാണ് ഇരിക്കപ്പുറതിയും സമാധാനവും ഇല്ലാത്ത, അതായത് ജനങ്ങൾക്ക്. പിന്നെ അങ്ങോട്ട് ഈ ഗപ്പി മീനി വയർ കൊണ്ടിങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന ഒരു കോപ്രായങ്ങളുണ്ട്. അതാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത്. അപ്പൊ ചൊറിച്ചിലിന്റെയും പരിഹാരത്തിന്റെയും അവസ്ഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറെ കൂടുതൽ ഒന്നും പറയാനില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ. തട്ടിപ്പ്, നിന്റെ കളവ്. ഈ അമ്മമാര് മക്കളുടെ കളവ് കണ്ടുപിടിക്കുന്നത് പോലെയാണ് നിന്റെ കളവ് ഞാൻ കണ്ടുപിടിക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല. നീ എന്ത് മനസ്സിൽ കണ്ടാലും ഞാൻ അത് മാനത്ത് കാണും. എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. കുറച്ച് ദിവസമായി നിന്റെ ബെത്ത് കൊടുപ്പലും നിന്റെ മരിക്കും എന്നുള്ള വെപ്രാളവും ഇതെല്ലാം സഹതാപം, അതായത് സഹതാപത്തിൽ കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളമാണ് പുള്ളിക്കാരിക്ക്. സഹതാപത്തിൽ കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളവും. എങ്ങനെ എമ്മാതിരി സഹതാപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വെപ്രാളം കാണിച്ചാല് അടി കൂടി ചെയ്യണ പണി എന്തെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പബ്ലിക് ആക്കും മക്കളെ. കാരണം അങ്ങനെ വേണ്ട, അത് നമ്മൾ സമ്മതിക്കുന്ന പരിപാടിയില്ല. പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ചോദ്യമാണ്, കമന്റിൽ കൂടിയൊക്കെ വന്നിട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം? അവര് നിങ്ങളെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അള്ളായും തമ്മിൽ ആയിക്കോട്ടെ. അവൾ പറഞ്ഞത് അള്ളാനെ അല്ല മോളെ, അവൾ പറഞ്ഞത് എന്റെ പെറ്റുമാനെയാണ്. എനിക്ക് നോവുന്നത്ര നിനക്കൊന്നും നോവില്ല. അവള് പറഞ്ഞത് അള്ളാനെ അല്ല മോളെ, അവള് പറഞ്ഞത് എന്റെ വയറ്റിൽ കുരുത്ത എന്റെ പ്രിയതമന്റെ, ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവന്റെ, എന്റെ ആത്മാവിന്റെ, എന്റെ ജീവന്റെ ജീവനായ, എന്റെ ജീവന്റെ ജീവനായ എന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെയാണ് ആ പരനാറി പറഞ്ഞത്. അപ്പൊ എന്റെ അത്ര നിനക്കൊന്നും വേദനിക്കണമെന്നില്ല. അതിനല്ല ചോദിക്കേണ്ടത്. ഞാൻ എന്റെ വളർത്തുമകളെ സൂയിസൈഡിന്റെ അറ്റത്ത് കൊണ്ടെത്തിച്ചത് അവളാണ്, അള്ളാനെ അല്ല ഇവള് സൂയിസൈഡിന്റെ വക്കത്ത് കൊണ്ടുവന്ന് എത്തിച്ചത്. എന്റെ വളർത്തുമകളെ, എന്റെ സഹോദരനെ ഇവള് പറ്റിച്ചവരിൽ ഇവൾക്ക് എവിടെയാണ് അബദ്ധം പറ്റിയത് എന്നറിയാമോ? എന്റെ സഹോദരനെ ഇവൾ പറ്റിച്ചപ്പോ, ഇവൾ വഞ്ചിച്ചപ്പോൾ, അയാളുടെ കയ്യിൽ നിന്ന് ഇവൾ പറ്റിച്ചെടുത്ത പണത്തിന് വേണ്ടിയിട്ട് ഇവൾ എന്ത് കളവ് ചെയ്താലും അതും പൊക്കിക്കൊണ്ട് ഞാൻ വന്നിരിക്കും. അത് നീ തിരിച്ചു കൊടുക്കുന്നത് വരെ, എന്റെ ഉമ്മയോട് നീ പരസ്യമായി മാപ്പ് പറയുന്നത് വരെ, എന്നെയും എന്റെ ഐഷാനേഹയെയും നീ പീഡിപ്പിച്ചതൊക്കെയും ഇതിനുള്ളതൊക്കെയും ഞാൻ നിനക്ക് തന്നിട്ടേ പോവുള്ളൂ മോളെ. നീ ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോ മോൾക്ക് ചൊറിച്ചിലിന്റെ മരുന്ന് മനസ്സിലായോ? ഡെറ്റോൾ, DETOL, ഡെറ്റോൾ. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ മരുന്ന് കിട്ടും. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ, നല്ല 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ട് അതിന്റെ അകത്തോട്ട് ഈ ഡെറ്റോൾ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി മോളെ. എല്ലാ പ്രശ്നവും തീരും. അല്ലാതെ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ പിടിച്ച് തട്ടീന്റെ അടിയിൽ ഇരുത്തി കഴിഞ്ഞാൽ ചൊറിച്ചിലും മാറൂല മോളെ. ചൊറിച്ചിലും മാറൂല, പിന്നെ വയറ്റിലും ആവും. സംഭവം മനസ്സിലായല്ല? അപ്പം ഓക്കെ, ഗുഡ് ബൈ.